ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കുള്ള ആധാർ കാർഡ് അതുപോലെ ഗവൺമെന്റ് ഇ സൈൻഡ് ഡോക്യുമെന്റ്സ് എങ്ങനെ ഗ്രീൻ ടിക്ക് വരുത്താം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സാധാരണ അതിനായിട്ട് അഡോബ് യൂസ് ചെയ്യാനാണ് പറയാറ്. പക്ഷെ അഡോബ് എല്ലാത്തിനും സപ്പോർട്ട് ആവില്ല. ലിനക്സിലൊന്നും അഡോബ് സപ്പോർട്ട് ആവില്ല. പക്ഷേ നമുക്ക് ലിനക്സിൽ ഇത് ചെയ്യാൻ പറ്റും. അതിന് വേറൊരു പി ഡി എഫ് വ്യൂവർ ഉണ്ട്. അതിന്റെ പേര് പി ഡി എഫ് സ്റ്റുഡിയോ വ്യൂവർ എന്നാണ്. അപ്പൊ ആദ്യം അത് ഡൗൺലോഡ് ചെയ്യുക. പി ഡി എഫ് സ്റ്റുഡിയോ വ്യൂവർ. ഇത് ലിനക്സ് മാത്രമല്ല ഏത് ഇതിനും പറ്റും. വിൻഡോസ്, ലിനക്സ്, മാക് ഇത് മൂന്നിനും പറ്റും. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ പോവുക. ഒരു ഫ്രീ വ്യൂവർ. ഇതിന്റെ പ്രോ ഓപ്ഷൻ ഉണ്ട്, അതിന്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഫ്രീ വ്യൂവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ലിനക്സ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫയൽ കിട്ടും. പി ഡി എഫ് സ്റ്റുഡിയോ വ്യൂവർ എന്ന് പറഞ്ഞിട്ട് .sh അവസാനിക്കുന്നത് വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് അല്ല, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കിട്ടുക. നമ്മളത് ടെർമിനലിൽ ഓപ്പൺ ചെയ്തിട്ട് SH എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേര് ടൈപ്പ് ചെയ്യും. അതിന്റെ പേര് കോപ്പി ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. നമ്മൾ വിൻഡോസിലൊക്കെ ഉള്ള ഇൻസ്റ്റാളർ പോലെ നെക്സ്റ്റ് അടിച്ച് നമുക്കത് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആക്കി കഴിയുമ്പോൾ നമുക്ക് ആപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പി ഡി എഫ് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ പി ഡി എഫ് സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഡിജിറ്റലി സൈൻഡ് എന്ന് പറഞ്ഞിട്ട് വരും. ശരിക്കും ഡിജിറ്റലി സൈൻഡ് ബൈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഞാൻ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഡിജിറ്റലി സൈൻഡ് ബൈ സോഫ്റ്റ്വെയർ വരുന്നത്. പക്ഷെ രണ്ടും സെയിം ആണ്. രണ്ടിലും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സിഗ്നേച്ചർ വാലിഡിറ്റി അൺനോൺ എന്ന് പറയും. അപ്പോൾ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഈസ് ട്രസ്റ്റഡ് എന്ന് പറയും. ഓക്കെ കൊടുക്കുക. ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ട്രസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ടിക്ക് വന്നിട്ടുണ്ട്. ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, റെഫറൻസിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ ജനറലിൽ ഷോ സിഗ്നേച്ചർ വാലിഡിറ്റി അത് ടിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ആ ഗ്രീൻ ടിക്ക് കിട്ടും.